അല്ല, ഞാൻ കാരണമല്ലേ വിക്രമന് ശരീരം വേദനിച്ചത്. എന്തെങ്കിലും ബാമിട്ട് തടവി തരാന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെ പറ. അയ്യേ, എന്താ തെറ്റിദ്ധരിച്ച? ഇല്ലില്ല. പിന്നെ നീ കാരണമല്ല. നിന്റെ സ്ഥാനത്ത് എന്റെ ചേച്ചിയോ അനിയത്തിയോ അമ്മയോ ആയിരുന്നാലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യൂ. പിന്നെ നീയും ഞാനും ഭാര്യയും ഭർത്താവും പോലെയാ എന്ന് കരുതി ഭാര്യയും ഭർത്താവും അല്ല. അതെപ്പോഴും മനസ്സിലുണ്ടാവണം. അത് ഓർമ്മയിലുണ്ടാവാൻ വേണ്ടിയാ ഈ വല. ഇത് വെറും കൊതുക് വലയല്ല, നമുക്ക് രണ്ടുപേർക്കും ഇടയിലെ ലക്ഷ്മണരേഖയാ. മറക്കരുത്. എന്തൊരു സൗണ്ട്? എലിയാണോ? ഏസി റൂമിലെ എലിയോ? അത് ശരി, ഇവളുടെ കൂർക്കമ്പലിയായിരുന്നോ? തലേണ മാറ്റിയ കൂർക്കമ്പലി നിൽക്കും. ഇനി സമാധാനത്തോടെ ഉറങ്ങുക.
ഇതൊക്കെ എന്തിനാ മോളെ? അവൾക്കിതൊക്കെ വലിയ ഇഷ്ടാ അമ്മേ. എന്തിനാ വെറുതെ ആ സുജിതയുടെ വായിലിരിക്കുന്ന കേക്കുന്നേ? ഇതിനെന്താ അമ്മേ കുഴപ്പം? നമ്മൾ ഇവിടെ ഉണ്ടാക്കിയതല്ലേ. ബേക്കറിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇത്? അതൊക്കെ ശരി തന്നെയാ മോളെ. പക്ഷെ ഇതൊക്കെ കൊണ്ടുചെന്നാ അവർക്കതൊന്നും പിടിക്കില്ല. നമുക്ക് ബേക്കറിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം. എന്തായാലും എടുത്ത സ്ഥിതിക്ക് നമുക്ക് കുറച്ചങ്ങ് കൊണ്ടുപോകാം. സത്യക്ക് കഴിക്കാമല്ലോ. തിരക്കിനിടയില് അവക്ക് വരാനും ബലിയിടാനും ഒക്കെ പറ്റുമെന്നാ എന്റെ സംശയം. എന്ത് തിരക്കുണ്ടെങ്കിലും അവളുടെ അച്ഛന്റെ ആണ്ടുബലിക്ക് വരാതിരിക്കുവോ? വരും. പഴയതുപോലൊന്നും അല്ലല്ലോ. സുധിയുടെ ഒഴിവ് കൂടി നോക്കണ്ടേ? സുധി വന്നില്ലെങ്കിലും സത്യ വരാതിരിക്കില്ല. എന്നാ നമുക്ക് റെഡിയാവാം. സമയം കളയണ്ട. ഉം. നീ ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ടോ? എന്താ അമ്മേ? അച്ഛൻ കുറച്ചു ദിവസം സ്ഥലത്തില്ലാത്തതല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. സുധി ഉണ്ടാവില്ലേ? അവൻ എഴുന്നേക്കാനും പോവാനും ഒരു നേരമാവും. അച്ഛൻ എന്നെ കാട്ടി വിശ്വാസം ഇപ്പോ അവനെയാണല്ലോ. അന്ന് നിനക്കൊരു തെറ്റുപറ്റി, അത് കാര്യമാക്കണ്ട. ഇത്രയും കാലത്തിനിടയ്ക്ക് ആ ഒരു തെറ്റല്ലേ നിനക്ക് പറ്റിയിട്ടുള്ളൂ. അല്ലെങ്കിലും ആ കാര്യത്തിൽ സതീഷേട്ടൻ എന്തു പഴിച്ചു? എഗ്രിമെന്റ് വായിച്ചു നോക്കാൻ സുധിയോട് സതീഷേട്ടൻ പറഞ്ഞതല്ലേ? വായിക്കാതെ അവൻ അതിൽ സൈൻ ചെയ്യാൻ നോക്കി. അത് വായിക്കേണ്ടത് സുധിയുടെ ഉത്തരവാദിത്വമാണ്. അതെ, ഞാൻ പറഞ്ഞതാണ് വായിച്ച് നോക്കിയ ശേഷം സൈൻ ചെയ്യാൻ. അതവൻ കേട്ടില്ല. ആ സത്യ പറഞ്ഞപ്പോ അനുസരിച്ചു. അല്ലെങ്കിലും സുധി ഇപ്പോ നമ്മളെക്കാൾ അനുസരിക്കുന്ന സത്യയാണല്ലോ. ഓഫീസിലെ കാര്യങ്ങൾ ഇതുവരെ ഞാൻ തെറ്റിച്ചിട്ടില്ല. അച്ഛനില്ലെങ്കിലും അനിയനില്ലെങ്കിലും ഞാനത് ചെയ്യും. അതീ കയറി പുന്നാര മരുമകളോട് ഇടപെടരുതെന്ന് പറഞ്ഞേക്കണം. ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഒന്നുമില്ല. സത്യ ഒന്ന് കാണണമെന്ന് തോന്നി ഇങ്ങു പോന്നു, അത്ര തന്നെ. എന്തിനാണാവോ ഇപ്പൊ ഇവറ്റകളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? അകത്തേക്ക് വരൂ. സുജിത സുഖമായിരിക്കുന്നോ? ഓ, ഇതുവരെ സുഖമായിരുന്നു. നിങ്ങളെ കണി കണ്ടതോടെ ആ സുഖം അങ്ങ് പോയി. സുജിത, ഇങ്ങനെയാണോ വീട്ടിൽ വരുന്നവരോട് സംസാരിക്കുന്നത്? മനസ്സിലൊന്ന് വെച്ച് മറ്റൊന്ന് സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞങ്ങള് വന്നത് ഒരു ബുദ്ധിമുട്ടായോ? അങ്ങനെയൊന്നും വിചാരിക്കരുത്. സത്യയുടെ അച്ഛന്റെ ആണ്ടിന്റെ കാര്യം കൂടി ഒന്ന് പറയാനാ ഞങ്ങൾ വന്നത്. എന്നാ ആണ്ട്? അടുത്ത ഞായറാഴ്ച. എല്ലാവരും വരണം. അല്ല, അടുത്ത ഞായറാഴ്ച എന്ന് പറയുമ്പോ അച്ഛനിവിടെ ഉണ്ടാവില്ലല്ലോ. അച്ഛനില്ലാതെ ഞങ്ങൾ ഒരു ഫംഗ്ഷനും പോവാറില്ല. സാർ എന്നാ വരിക? ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഒരു മാസം കഴിയും. തൽക്കാലം ആണ്ട് മാറ്റി വെക്കട്ടെ, അതാവും നന്നാവുക. അത് പറ്റില്ലല്ലേ? സുധിയും സത്യം വരുമായിരിക്കും. അയ്യോ, സാറില്ലാന്ന് കരുതി നിങ്ങളാരും വരാതിരിക്കരുത്. ഞങ്ങളെക്കാൾ വേണ്ടപ്പെട്ടവരുണ്ടല്ലോ വരാൻ. അവര് വരുമോ?
നിങ്ങളെക്കാൾ വേണ്ടപ്പെട്ടവരായിട്ട് ഞങ്ങൾക്ക് വേറെ ആരുമില്ല. അത് കള്ളം. സത്യമായിട്ടും നിങ്ങൾക്കറിയില്ലേ, ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഞങ്ങളും സത്യയും സുധിയും അവരുടെ വീട്ടുകാരും, അതാ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവര്. ഓ, അപ്പൊ ഇത്ര പെട്ടെന്ന് എല്ലാം മറന്നു അല്ലേ? മരിച്ചുപോയ ഭർത്താവിനെ ഓർക്കുന്ന കൂട്ടത്തില് ജീവിച്ചിരിക്കുന്ന മകളെ കൂടി ഓർക്കായിരുന്നു. നല്ല അമ്മ തന്നെയാണല്ലോ നിങ്ങള്. സംശയിക്കണ്ട, ഞങ്ങളുടെ സുധിയെ പറ്റി ചൊളിച്ചോടിപ്പോയ ഒരു മകളില്ലേ നിങ്ങക്ക്? ദിവ്യ, അവളുടെയും കൂടി അച്ഛനാണല്ലോ നിങ്ങൾ പറഞ്ഞ സത്യയുടെ അച്ഛൻ. ആ ബലിച്ചോറുണ്ണാൻ അവള് വരുമോന്നാ ചോദിച്ചത്. അവളെക്കുറിച്ച് പിന്നീടൊന്നും അറിഞ്ഞിട്ടില്ല. അല്ലാതെ അന്വേഷിക്കാഞ്ഞിട്ടല്ല അല്ലേ? ഞാൻ പ്രസവിച്ചതല്ലേ, എന്തായാലും എന്റെ മോളല്ലേ. തള്ളിക്കളയാനും കൊല്ലാനും ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അവളെ കാണാത്തതിലുള്ള വിഷമം മാത്രമേ ഉള്ളൂ. കണ്ടുകിട്ടിയാൽ നിങ്ങൾക്ക് സന്തോഷമാവും. പക്ഷെ അതോടെ സങ്കടത്തിലാവുന്നത് അവളെ മോഹിച്ചു നടന്ന എന്റെ അനിയനായിരിക്കും. സുധിയുടെ അച്ഛൻ എവിടെയാ? ബിസിനസ് ടൂറില് കുറച്ച് ദിവസം കഴിയും വരാൻ. സത്യം സുധി ഇവിടെ ഇല്ലേ? ഉണ്ട്, ഞാൻ വിളിക്കാം, വരും. സുധി, സുഖമായിരിക്കുന്ന മോളെ? സുഖമായിരിക്കുന്ന അച്ഛമ്മ. ആ വിമലാമ്മേ, എന്താ ഒന്നും മിണ്ടാത്ത? അല്ല, എന്താ ഒന്നും വിളിച്ചു പറയൂ പോലും ചെയ്യാതെ? ഒന്നുമില്ല. അത് വെറുതെ. അടുത്ത ഞായറാഴ്ച അച്ഛന്റെ ആണ്ടല്ലേ, അത് പറയാൻ വേണ്ടിയല്ലേ രണ്ടുപേരും കൂടി ഇപ്പൊ വന്നത്. എല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലേ? എന്റെ അച്ഛന്റെ ആണ്ട് ഞാൻ മറക്കും അച്ഛമ്മേ. നീ മറക്കില്ലെന്നറിയാം. സുധിയെയും വീട്ടുകാരെയും ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത്. അടുത്ത സൺഡേ അല്ലേ ഉണ്ട്? അതെ മോനെ. അയ്യോ, അന്ന് എനിക്ക് കുറച്ച് വർക്കുണ്ട്. അതൊക്കെ മാറ്റി വെക്കാം. ആ, നോക്കാം. നോക്കിയാ പോരാ, മാറ്റി വെക്കണം. ആ, മാറ്റി വെക്കാം. അച്ഛൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഓഫീസ് ഡ്യൂട്ടി മുഴുവൻ എൻ്റെ തലയില്ല. അതാ ഞാൻ. ഓഫീസ് ഡ്യൂട്ടിയൊക്കെ സതീഷേട്ടൻ നോക്കിക്കോളും അല്ലേ? അതെ. ആ,
ആരാ? സുദീപ് ചന്ദ്രൻ. എന്താ സാർ, എന്താ കാര്യം? സുധീന്റെ അനിയനാ? കാര്യമുണ്ട്. ഇക്കൂട്ടത്തിൽ ആരാ അനിയൻ? അല്ല സാറ് കാര്യം എന്താന്ന് പറഞ്ഞല്ല. സർ, ഞാനാ സുധി. എന്താ പ്രശ്നം? നിന്റെ ഭാര്യയുടെ? ഞാനാണ്. രണ്ടുപേരും കൂടെ ഒന്ന് സ്റ്റേഷനിലോട്ട് വാ. സ്റ്റേഷനിലേക്കോ? എന്തിനാ? ഇന്നലെ നിങ്ങൾ ഒരു കാറ് തുറന്ന് അതിൽ നിന്നും ഡോക്യുമെന്റ്സ് മോഷ്ടിച്ചിരുന്നില്ലേ? സാർ എന്തായി പറയുന്നേ? ഞങ്ങൾ മോഷ്ടിച്ചെന്നോ? ആ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താണ് സാർ, അല്ലാതെ. വലിയ ന്യായീകരണമൊന്നും വേണ്ട. ഡോക്യുമെന്റ്സ് കാണാത്തതിന്റെ പേരിൽ കാറിന്റെ ഉടമ അഭിജിത്ത് നിങ്ങളുടെ പേരിൽ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അഭിജിത്ത്? സർ, ഞാൻ വിലപ്പെട്ട ഡോക്യുമെന്റ്സ് മോഷ്ടിച്ചിട്ട് നിന്ന് പൊട്ട കളിക്കുന്നു. വന്ന് വണ്ടി കയറ്, പോ. സർ, ബിസിനസ് കാര്യത്തിൽ അവൻ എന്നോട് ശത്രുതയുണ്ട്. അതിന്റെ പേരിൽ മനഃപൂർവ്വം അവൻ എന്നെ ചതിക്കാൻ നോക്കുന്നതാണ്. സാർ അതൊന്നും വിശ്വസിക്കരുത്. എല്ലാത്തിനും തെളിവുണ്ട് മിസ്റ്റർ സുദീപ്. എന്നെ ഇപ്പോ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. മോഷണ കുറ്റത്തിന് നിങ്ങൾ അറസ്റ്റ് ചെയ്യുക. അയ്യോ, നിങ്ങൾ എന്താ ഈ പറയുന്നേ? എന്റെ മോൻ ആരുടെ ഒന്നും മോഷ്ടിക്കില്ല. എന്ത് തെളിവാ സാറിന്റെ കയ്യിലുള്ളത്? കാണട്ടെ. കാണിച്ചു തരാം. ഈ വീഡിയോയിലുള്ളത് നിങ്ങളല്ലേ? അതെ. പൂട്ടിയിട്ട കാർ നിങ്ങൾ കള്ളത്താക്കോലിട്ട് തുറന്നു. അയ്യോ സർ, അത് അങ്ങനെയല്ല. രണ്ടുപേര് കാർ തുറക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോ. വേണ്ട സർ, ഈ തെളിവിനപ്പുറത്തേക്ക് ഒരു കഥയും മെനഞ്ഞുണ്ടാക്കണ്ട. അത് എന്റെ മുമ്പിൽ വില പോവില്ല.
സർ ഇവര് രണ്ടുപേരും അങ്ങനൊന്നും ചെയ്യില്ല. ഹ, ചെയ്തതിനെല്ലാം തെളിവുണ്ട്.